കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. നമ്മുടെ കർത്താവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനത്തെ സൂചിപ്പിക്കുന്ന ഹോശാന ഞായറാഴ്ച വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകളെടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവനു വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പമുണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ ഫരീസയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. സുവിശേഷ ഭാഗ പശ്ചാത്തലം: ബഥാനിയയിലെ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം പെസഹായ്ക്ക് 6 ദിവസം മുൻപ് യേശു വീണ്ടും ബഥാനിയയിൽ വന്നപ്പോൾ ലാസറിൻ്റെ ഭവനം യേശുവിന് അത്താഴം ഒരുക്കി അവനെ പരിചരിച്ചു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലമെടുത്ത് നന്ദി സൂചകമായി അവൻ്റെ പാദങ്ങളിൽ പൂശി തൈലാഭിഷേകം നടത്തി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെയും യേശുവിനെയും കാണുന്നതിനായി ജനക്കൂട്ടം ബഥാനിയായിലേക്ക് വന്നു ചേർന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം. മറിയം നടത്തിയ തൈലാഭിഷേകം തൻ്റെ ശവസംസ്കാര ദിനത്തിനുള്ള ഒരുക്കമാണെന്ന് പ്രവചിക്കുന്ന യേശു അടുത്ത ദിവസം യഹൂദരുടെ പെസഹാ തിരുനാളിന് വന്നുകൂടിയ വലിയ ജനക്കൂട്ടത്തോടൊപ്പം ജെറുസലേമിലേക്ക് യാത്ര ചെയ്യാൻ ഒരുമ്പെട്ടു. പഴയ നിയമ പെസഹാ തിരുനാളിലെ തീർത്ഥാടനം. ചരിത്രകാരന്മാർ ഈ വലിയ ജനക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്ട് 20 ലക്ഷത്തോളം ജനങ്ങളും 2.5 ലക്ഷത്തോളം ആടുകളുമായി ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന ദിനം എന്നാണ്. ജനക്കൂട്ടവും യേശുവും പെസഹാ തിരുനാളിൽ പങ്കുചേരുന്നതിനായി ജെറുസലേം ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനത്തിലാണ്. ഈജിപ്തിനുമേൽ ദൈവം അയച്ച 10ാമത്തെ ബാധയിൽ നിന്ന് ഇസ്രായേൽ ഭവനങ്ങൾ അത്ഭുതകരമായി രക്ഷ പ്രാപിച്ചതിൻ്റെ ഓർമ്മ വർഷം തോറും ആഘോഷിച്ചിരുന്നതാണ് പെസഹാ തിരുനാൾ. ഈജിപ്തിലെ രാജാവായ ഫറവോയ്ക്കെതിരെ ദൈവം അയച്ച 10 ശിക്ഷകളാണ് ഈജിപ്തിലെ ബാധകൾ. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേലിനെ മോചിപ്പിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. മോശയിലൂടെയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ആദ്യത്തെ 9 ബാധകൾ പ്രകൃതിയെ ബാധിക്കുന്നവയായിരുന്നു. 10ാമത്തെ ബാധ ഈജിപ്തിലെ ആദ്യജാതരെ കൊല്ലുന്നതായിരുന്നു.
ഈ ബാധയുടെ ഫലമായി ഫറവോ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആദ്യജാതരെ കൊല്ലുന്ന ഈ ബാധയിൽ നിന്ന് മോശ വഴി ദൈവം ഇസ്രായേലിനെ വിടുവിച്ചത് ഇസ്രായേൽ ഭവനങ്ങളുടെ വാതിൽപ്പടിമേൽ തളിച്ചിരുന്ന കുഞ്ഞാടിൻ്റെ രക്തം മൂലമാണ്. അബീബ് എന്നും നീസാൻ എന്നും അറിയപ്പെട്ടിരുന്ന 1-ാം മാസമാണ് പെസഹ ആചരിച്ചിരുന്നത്. പഴയ നിയമ പെസഹായോടനുബന്ധിച്ച് നാനാദേശങ്ങളിൽ നിന്നുള്ള യഹൂദർ ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥാടകരായി എത്തിയിരുന്നു. പെസഹ കുഞ്ഞാടായ യേശു തൻ്റെ പരസ്യജീവിതത്തിന് മുൻപും പരസ്യജീവിത കാലത്തും ജെറുസലേമിലേക്ക് തീർത്ഥാടകനായി എത്തി. യേശുവിൻ്റെ രക്ഷാകര ജീവിതയാത്ര ജെറുസലേമിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള തീർത്ഥാടനമാണ്. ആരാധനക്രമത്തിലെ രക്ഷാകര രഹസ്യം ഉൾച്ചേർന്ന എല്ലാ പ്രദക്ഷിണങ്ങളും ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവാലയത്തിൽ അവസാനിക്കുന്ന പ്രദക്ഷിണങ്ങളാണ്. ദൈവാലയം രക്ഷാകർമ്മം പൂർത്തിയായ ജെറുസലേമിനെ പ്രതിനിധാനം ചെയ്യുന്ന സ്വർഗീയ ജെറുസലേമാണ്. പെസഹ പെരുന്നാളിൽ ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തെ അനുസ്മരിക്കുന്നതാണ് ഓശാന ഞായർ. പഴയ നിയമ പെസഹ പെരുന്നാളിനെ കുറിച്ച് പറയാതെ ഓശാനയെക്കുറിച്ചോ ദുഃഖവെള്ളിയെക്കുറിച്ചോ ഉയർപ്പിനെക്കുറിച്ചോ പ്രതിപാദിക്കുക അസാധ്യമാണ്. കാരണം ഇത് പാസ്ക ഇവൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ശിഷ്യ സമൂഹത്തോടും വലിയ ജനക്കൂട്ടത്തോടും കൂടെ ജെറുസലേം തീർത്ഥാടനം നടത്തുന്ന യേശുവിന് തിരുനാളിന് വന്നുകൂടിയ ജനം നൽകിയ എതിരേൽപ്പാണ് രാജകീയ വരവേൽപ്പ്. യേശുവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനം. 4 സുവിശേഷങ്ങളും അതീവ പ്രാധാന്യത്തോടെ ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനം അവതരിപ്പിക്കുന്നു. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്യുതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു യേശുവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനം. സിയോൻ പുത്രി ആനന്ദിക്കുക. ഇസ്രായേൽക്കാരുടെ അധിനിവേശനത്തിന് മുൻപ് ജെറുസലേമിലുണ്ടായിരുന്ന ഒരു കോട്ടയാണ് സിയോൻ. ദാവീദ് രാജാവ് ഇത് പിടിച്ചടക്കി രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി. സങ്കീർത്തനങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും ജെറുസലേമിന് പകരമായി ഉപയോഗിക്കുന്ന നാമമാണ് സിയോൻ. ഇതിൻ്റെ അർത്ഥം കോട്ട, കൊട്ടാരം എന്നാണ്. സിയോൻ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതവും ദൈവം വസിക്കുന്ന നഗരവുമാണ്. ദൈവം തൻ്റെ ആലയം നിർമ്മിക്കാൻ തിരഞ്ഞെടുത്ത താൻ സ്നേഹിക്കുന്ന മലയാണ് സിയോൻ. മനോഹരമായി ഈ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ്. കർത്താവിലുള്ള ആശ്രയത്വത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പ്രതീകമാണ് സിയോൻ. പുതിയ നിയമത്തിൽ സിയോൻ സ്വർഗീയ ജെറുസലേമായ സഭയുടെ പ്രതീകമാണ്. സിയോൻ എന്നുകൂടി പേരുള്ള ജെറുസലേം ചരിത്രത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന പട്ടണമാണ്. ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ശാലേമിലെ രാജാവായ മെൽക്കിസദേക്ക് അബ്രാഹത്തെ ആശീർവദിക്കുന്നുണ്ട്. ഇവിടെ പരാമർശിക്കുന്ന ശാലേം ജെറുസലേമാണ്. പഴയ നിയമത്തിൽ സാധാരണയായി യെറൂഷലേം എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിച്ച ഈ കാനാന്യ പട്ടണം ദാവീദ് രാജാവ് കീഴടക്കി തലസ്ഥാന നഗരിയാക്കി വാഗ്ദാന പേടകം സ്ഥാപിച്ചു. സോളമൻ ദൈവാലയം നിർമ്മിച്ചു. ദൈവം കൂടാരമടിച്ച് വസിക്കുന്ന സ്ഥലം എന്ന നിലയിൽ
ജെറുസലേം ഇസ്രായേലിൻ്റെ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി. ദാവീദ് വംശജനായ സെറുബാബേൽ പുനരുദ്ധരിച്ച ജെറുസലേം ദേവാലയം യൂദയ രാജാവായിരുന്ന മഹാനായ ഹെറോദ് നഗരത്തിന് ചുറ്റിനും കോട്ട കെട്ടി പരിരക്ഷിച്ചു. ഹെറോദേസ് രാജാവ് ഒരു കലാസൗധമായി ഈ നഗരത്തെ പടുത്തുയർത്തി. നാഗരിക സൗന്ദര്യം തുളുമ്പി നിന്ന ജെറുസലേമിലേക്കാണ് യേശുവിൻ്റെ രാജകീയ പ്രവേശനം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണമായ ജെറുസലേം വാഗ്ദാന പേടക പ്രതിഷ്ഠ കൊണ്ടും ദൈവ സാന്നിധ്യം കൊണ്ടും ശക്തവും അജയ്യവുമാണെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. പഴയ നിയമവിശ്വാസമനുസരിച്ച് യുഗാന്ത്യത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ കേന്ദ്രവും വേദിയും ജെറുസലേമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിലെ യുഗാന്ത്യ വിരുന്നിൽ സകല ജനപദങ്ങളും പങ്കുചേരും എന്ന് പറയുന്നുണ്ട്. സുവിശേഷകരായ മത്തായിയും മർക്കോസും ജെറുസലേമിനെ യേശുവിൻ്റെ അവസാനകാല പ്രവർത്തനങ്ങളുടെ വേദിയായി അവതരിപ്പിക്കുന്നു. ലൂക്കായുടെ വീക്ഷണത്തിൽ ജെറുസലേമിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള തീർത്ഥയാത്രയാണ് യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ പ്രധാന പ്രവർത്തന മണ്ഡലം ജെറുസലേമാണ്. അപ്പോസ്തോല പ്രവർത്തനങ്ങളിൽ രക്ഷാകര ചരിത്രത്തിലെ കേന്ദ്രസ്ഥാനം ജെറുസലേമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലും ജെറുസലേമിന് രക്ഷാകര ചരിത്രത്തിലുള്ള സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ ജെറുസലേമിനെ വിശേഷിപ്പിക്കുന്ന പദം പുതിയത് കൈനോസ് എന്ന ഗ്രീക്ക് വാക്കാണ്. മൗഥീകൃതനായ കുഞ്ഞാടിൻ്റെ സാന്നിധ്യമാണ് പുതിയ ജെറുസലേമിൻ്റെ തനിമ. പുതിയ ജെറുസലേം കുഞ്ഞാടിൻ്റെ മണവാട്ടിയും ഭാര്യയുമാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം സക്രിയ പ്രവചനത്തിലെ ജെറുസലേമേ ആനന്ദിച്ചാർപ്പ് വിളിക്കുക എന്ന ആഹ്വാനം മനസ്സിലാക്കുവാൻ. ബഥാനിയായും ആരോഹണവും. ജെറുസലേമിനും ബഥാനിയായിക്കും ഇടയ്ക്കാണ് ബേത്ഫഗെ എന്ന ചെറിയ ഗ്രാമം. പഴയ നിയമം ഒരിടത്തും പരാമർശിക്കാത്ത ഈ ഗ്രാമം ബഥാനിയായിക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നു. ഒലിവുമലയുടെ കിഴക്ക് വശത്താണ് ബഥാനിയ. യേശു സ്വർഗാരോഹണം ചെയ്തത് ഇവിടെ വച്ചാണ്. സ്വർഗത്തിലേക്കുള്ള യേശുവിൻ്റെ ആരോഹണത്തിൻ്റെ മുൻകുറിയാണ് ബഥാനിയായിൽ നിന്നുള്ള കഴുതക്കുട്ടിയുടെ പുറത്തേറിയുള്ള ജെറുസലേം ആരോഹണം. ബേത്ഫഗെ അത്തിപ്പഴങ്ങളുടെ വീട്. മത്തായി സുവിശേഷത്തിലെ ജെറുസലേം രാജകീയ പ്രവേശനത്തിൽ പറയുന്ന ബേത്ഫഗെ എന്ന ചെറിയ ഗ്രാമം ജെറുസലേമിന് കിഴക്ക് ഒലിവുമലയിൽ ബഥാനിയയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ബേത്ഫഗെ ബഥാനിയ ജെറുസലേമിന് 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള 2 ഗ്രാമങ്ങളാണ്. അത്തിപ്പഴങ്ങളുടെ വീട് എന്നാണ് ഈ വാക്കിനർത്ഥം. യേശു 2 ശിഷ്യന്മാരെ കഴുതയെയും കഴുതക്കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവരാനുള്ള ദൗത്യം ഫലമേൽപ്പിക്കുന്നത് ബേത്ഫഗയിൽ വെച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരെ അയച്ച എതിരെയുള്ള ഗ്രാമം ബേത്ഫഗയാണ്. ഗ്രാമത്തിലാണ് യേശുവിനെ വഹിക്കാൻ യോഗ്യതയുള്ള കഴുതയെയും കഴുതക്കുട്ടിയെയും കെട്ടിയിരിക്കുന്നത്. ഗ്രാമത്തിൻ്റെ ശാലീനതയും സാധാരണത്വവും ദൈവാശ്രയബോധവും പ്രകൃതി സ്നേഹവും അയൽ സ്നേഹവും പഠിക്കപ്പെടുക തന്നെ വേണം. കർത്താവിനെ വഹിക്കാൻ തയ്യാറുള്ള കഴുതകളാവുക കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. ജെറുസലേമിലേക്ക് എഴുന്നള്ളുന്ന രാജാവ് നീതിമാനും വിജയ ശ്രീലാളിതനുമാണ്.
എളിമയുള്ള കഴുതയുടെ പുറത്തു വരുന്ന മെശിഹ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട പുതിയ രാജാവാണ്. എഫ്രായിൽ നിന്ന് രഥങ്ങളും ജെറുസലേമിൽ നിന്ന് കുതിരകളും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വില്ലുകളും എല്ലാ യുദ്ധോപകരണങ്ങളും നശിപ്പിക്കുന്ന സമാധാന രാജാവ് ലോക സമാധാനം സ്ഥാപിക്കും. അവൻ്റെ ആധിപത്യം ലോകം മുഴുവനുമായിരിക്കും. യേശുവിൻ്റെ രാജകീയ ജെറുസലേം പ്രവേശനം കുതിരകൾ വലിക്കുന്ന ആഘോഷപൂർവമായ രഥത്തിലല്ല, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയുടെ പുറത്താണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. മെശിഹായായി വരുന്ന ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള പുതിയ രാജാവ് സമാധാനത്തിൻ്റെ രാജാവാണ്, യേശുവാണ്. കഴുതയും കഴുതക്കുട്ടിയും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. സൂക്ഷിപ്പുകാരൻ്റെ ചോദ്യം: നിങ്ങൾ എന്തിനാ കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? ശിഷ്യർ യേശു പറഞ്ഞതുപോലെ മറുപടി പറഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ അനുവദിച്ചു. കാരണം യേശു സൃഷ്ടാവാണ്, ഉടമസ്ഥനാണ്. ശിഷ്യർ കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന് അതിന്മേൽ യേശുവിന് ഇരിക്കാൻ വസ്ത്രങ്ങൾ വിരിച്ചു നൽകി. യേശുവിനുള്ള ഇരിപ്പിടം സജ്ജമാക്കുകയാണ് ശിഷ്യരുടെ പ്രധാന ദൗത്യം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. വിശിഷ്ടമായ മുന്തിരിച്ചെടിയിൽ കെട്ടപ്പെട്ട കഴുതക്കുട്ടി. കഴുത സമാധാനത്തിൻ്റെയും എളിമയുടെയും വാഹനം. കഴുതക്കുട്ടി സമാധാനത്തിൻ്റെ പ്രതീകം. പൂർണ്ണ വളർച്ചയെത്താത്തതിനാൽ ആരും ഇതുവരെയും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി. കെട്ടപ്പെട്ട കഴുതയും കഴുതക്കുട്ടിയും യേശു അഴിച്ച് തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ശിഷ്യന്മാർക്ക് നൽകിയ ആഹ്വാനം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. യേശു സാക്ഷാൽ മുന്തിരിച്ചെടിയും കഴുതക്കുട്ടി കെട്ടപ്പെടുന്ന വിശിഷ്ടമായ മുന്തിരിച്ചെടിയുമാണ്. യേശുവിനെ മുന്തിരിച്ചെടിയായി യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. കെട്ടപ്പെട്ട കഴുത. രാജ്യത്വമുള്ളവൻ വരുന്നതുവരെ യഹൂദായിൽ നിന്ന് ചെങ്കോലും അവൻ്റെ പരമ്പരയിൽ നിന്ന് ന്യായാധിപനും നീങ്ങിപ്പോവുകയില്ല. ജാതികൾ അവനെ കാത്തിരിക്കും. അവൻ മുന്തിരിത്തണ്ടിൽ തൻ്റെ കഴുതയെയും മുന്തിരിച്ചില്ലമേൽ അവൻ്റെ കഴുതക്കുട്ടിയെയും ബന്ധിക്കും എന്ന പ്രാർത്ഥന നമുക്ക് കേൾക്കാൻ കഴിയും. രാജ്യത്വമുള്ളവൻ സമാധാനത്തിൻ്റെ മെശിഹാ രാജാവാണ്. മനുഷ്യകുലം മെശിഹായുടെ 2ാം വരവിനായി കാത്തിരിക്കുന്നു. മെശിഹാരാം വാഹനമാക്കുന്ന കഴുതയെ യേശുവാകുന്ന മുന്തിരിത്തണ്ടിലും സഭയാകുന്ന മുന്തിരിച്ചില്ലമേലും ബന്ധിച്ചിരിക്കുന്നു. യേശു കയറുന്ന കഴുതയുടെ സ്വാതന്ത്ര്യം യേശുവാകുന്ന മുന്തിരിച്ചെടിക്ക് ചുറ്റുമേ ഉള്ളൂ. സഭയാകുന്ന മുന്തിരിച്ചില്ലമേൽ കെട്ടപ്പെട്ട കഴുതയാണ് ഞാനും നിങ്ങളും. നിന്ദ്യമായ കഴുത. ഓശാന സദറ പ്രാർത്ഥന. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് മുൻപ് തനിക്ക് വാഹനമായി നിന്ദ്യമായ കഴുതയെ ആവശ്യപ്പെട്ടു. ഇത് പിശാചുക്കളുടെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരും വിജാതികളിൽ നിന്നുമുള്ള ജനവുമായ നമ്മെ സൂചിപ്പിക്കുന്നു. യേശു വാഹനമാക്കുവാൻ ആവശ്യപ്പെടുന്ന കഴുത ബലഹീനരും അയോഗ്യരുമായ ഞാനും നിങ്ങളുമാണ്. യേശുവിന് നമ്മെ വാഹനമായി ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. കാരണം മനുഷ്യാവതാരത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും അവിടുന്ന് നമ്മെ പിശാചുക്കളുടെ വഞ്ചനയിൽ നിന്ന് രക്ഷിച്ചു എന്ന് മാത്രമല്ല, വിജാതീയ ജനമായ നമ്മെ ദൈവജനമാക്കി തീർത്തു. ദൈവാരാധന ദൈവജനത്തിൻ്റെ അവകാശവും കടമയുമാണ്. പിശാചിൻ്റെ വഞ്ചനയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നോമ്പാകുന്ന അജയ ആയുധം നമുക്ക് നൽകി. പരീശന്മാർ ഒരു വഞ്ചകനെ പോലെ പീഡിപ്പിക്കുകയും
ശിശുക്കൾ ദൈവത്തെ പോലെ സ്തുതിക്കുകയും ചെയ്ത ദാവീദ് പുത്രന് നമുക്കും ഓശാന പാടാം. ശിശുക്കൾ നിർമ്മല ഹൃദയരാണ്. അവർ ദാവീദ് പുത്രനിൽ ദൈവത്തെ കണ്ടു. ജെറുസലേം ഘോഷയാത്ര സംഘാടകർ. മിഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം തിരുവചനം. ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ബേത്ലഹേമിലെ ദാവീദ് ഭവനത്തിൽ നിന്ന് ഇസ്രായേലിനെ ഭരിക്കാനായി വരുന്ന രാജാവായാണ് ജനക്കൂട്ടം യേശുവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനത്തെ തിരിച്ചറിയുന്നത്. യേശുവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനത്തോടനുബന്ധിച്ച് ഉള്ള ഘോഷയാത്രയുടെ സംഘാടകർ സമവീക്ഷണ സുവിശേഷങ്ങളിൽ യേശു ശിഷ്യരാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ജനക്കൂട്ടം മുൻകൈയെടുത്ത് നടത്തുന്ന ഘോഷയാത്രയാണിത്. ഓശാന ഞായർ. പെസഹായ്ക്ക് 6 ദിവസം മുൻപ് ഒരു ശനിയാഴ്ചയാണ് വിലയേറിയ നാർദീൻ സുഗന്ധതൈലം കൊണ്ടുള്ള തൈലാഭിഷേകം നടന്നത്. അടുത്ത ദിവസം നടന്ന ജെറുസലേം രാജകീയ പ്രവേശനം ഒരു ഞായറാഴ്ചയാണ്. ആയതിനാലാണ് ഓശാന ഞായർ എന്ന് ഈ ആചരണം അറിയപ്പെടുന്നത്. തിരുനാളിന് വന്നുകൂടിയ വലിയ ജനക്കൂട്ടം പെസഹ, പെന്തക്കുസ്ത, കൂടാര തിരുനാൾ എന്നീ സുപ്രധാന തിരുനാളുകളിൽ പങ്കെടുക്കുന്നതിനും ക്രയവിക്രയങ്ങൾക്കുമായി ജെറുസലേമിലേക്ക് തീർത്ഥാടനം ചെയ്തിരുന്ന ഇസ്രായേൽ ജനവും ദൂരദേശങ്ങളിൽ നിന്നുള്ള വിജാതീയരുമാണ്. വൃക്ഷച്ചില്ലകളേന്തിയ സിയോൻ പുത്രി, സിയോൻ പുത്രിയോട് പറയുക എന്ന മത്തായി സുവിശേഷത്തിലെ പ്രയോഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നിന്നെടുത്ത പ്രവാചക ഉദ്ധരണിയാണ്. സിയോൻ പുത്രി ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേലാണ്. കൂടാര തിരുനാളിലും ദേവാലയ പുനർസമർപ്പണ വേളയിലും ഓശാന ദിനത്തിൽ ഇതുപോലെ വൃക്ഷച്ചില്ലകൾ വഴിയിൽ നിരത്തിയും വീശിക്കൊണ്ടുമുള്ള ആഘോഷങ്ങൾ കാണാമായിരുന്നു. 2 മക്കബായർ 10-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിലും ലേവിയാ പുസ്തകം 23-ാം അധ്യായം 39-ഉം 40-ഉം തിരുവചനങ്ങളൊക്കെ ഇതെടുത്ത് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്, വളരെ പേർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ചു നിരത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തെങ്ങിൻ കുരുത്തോലകളും പച്ചിലക്കൊമ്പുകളിൽ പെടുന്നു. സൈത്തിൻ്റെയും ഈന്തപ്പനകളുടെയും കൊമ്പുകളുടെ പുറത്തുകൂടെ നടന്നുകൊണ്ട് കഷ്ടതകളിന്മേലുള്ള വിജയം നീ അവർക്ക് നൽകി എന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. വിജയശ്രീലാളിതനായ മിശിഹാ രാജാവ് ഇവയ്ക്കുമേൽ നടന്നു എന്നതിനർത്ഥം വയലിൽ നിന്ന് മുറിച്ചു നിരത്തിയ പച്ചിലക്കൊമ്പുകൾ, കുരുത്തോലകൾ, സൈത്തിൻ കൊമ്പുകൾ, ഈന്തപ്പന കൊമ്പുകൾ യേശുവിനാൽ വാഴ്ത്തപ്പെട്ടു എന്നാണ്. കർഷകരുടെ വിജയം വിളവിൻ്റെ വിജയമാണ്, ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയാണ്. ഈന്തപ്പന കുരുത്തോലകൾ കൊണ്ട് എതിരേൽക്കുന്നവർ, ജനക്കൂട്ടം യേശുവിനെ എതിരേൽക്കുന്നത് ഈന്തപ്പനയോലകൾ കൊണ്ടാണ്. കാരണം കൂടാരത്തിരുനാൾ ദിവസങ്ങളിൽ ഇസ്രായേൽ ജനം ഈന്തപ്പനയോലകൾ വീശിയിരുന്നു. വലിയ ജേതാക്കളെ വരവേൽക്കാനും ഈന്തപ്പനയോലകൾ വീശിയിരുന്നു എന്ന് 1ഉം 2ഉം മക്കബായരുടെ പുസ്തകങ്ങൾ വ്യക്തമാക്കുന്നു. മക്കബായരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 51-ാം തിരുവചനവും 2 മക്കബായർ 10-ാം അധ്യായം 7-ാം തിരുവചനവും ഇവ രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിൻ്റെ രാജാവായി എഴുന്നള്ളുന്ന യേശു സിയോന് വിജയം നൽകുന്ന യോദ്ധാവായ ദൈവമായ കർത്താവാണ്. സെഫാനിയ 3-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങളിൽ ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല,
അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. ഓശാന ഞായർ യേശുവിൻ്റെ രാജകീയ ജെറുസലേം പട്ടണപ്രവേശനവും ശിക്ഷഗണവും ജനക്കൂട്ടവും നൽകിയ വരവേൽപ്പുമാണ്. ഈന്തപ്പന കുരുത്തോലകൾ ദേശീയതയുടെ അടയാളം. 1 മക്കബായർ 13 അധ്യായം 51 തിരുവചനം. ജെറുസലേം കോട്ട കൈയടക്കിയ ശിമയോൻ മക്കബിയൂസിൻ്റെ ജെറുസലേം പ്രവേശന സമയത്ത് ജനം ഈന്തപ്പന ഓലകൾ വീശി വരവേറ്റു. മക്കബായ രാജാക്കന്മാരുടെ കാലത്ത് ഈന്തപ്പന കുരുത്തോലകൾ യഹൂദ ദേശീയതയുടെ അടയാളമായിരുന്നു. BC 140 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ യഹൂദ നാണയങ്ങളിൽ ദേശീയതയുടെ അടയാളമായി ഈന്തപ്പന കുരുത്തോലകൾ പതിച്ചിരുന്നു. മേൽവസ്ത്രങ്ങൾ വിരിച്ച സ്വീകരണം. വസ്ത്രങ്ങൾ വിരിച്ചു എന്നത് കിരീടം ചൂടുന്ന നവരാജാക്കന്മാരോടുള്ള ആദരസൂചകമായി ചെയ്യുന്ന പ്രതീകാത്മക പ്രവൃത്തിയാണ്. 2 രാജാക്കന്മാർ 9 അധ്യായം 13 തിരുവചനം ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. യേശുവിനെ സ്വീകരിക്കുവാൻ മേൽവസ്ത്രം വഴിയിലും കഴുതക്കുട്ടിയുടെ പുറത്തും വിരിച്ചവർക്ക് തൻ്റെ രണ്ടാമത്തെ വരവിൽ നാശമില്ലാത്ത വസ്ത്രം, അനശ്വര വസ്ത്രം, സുഹൃതമാകുന്ന മഹനീയ അങ്കി, ദ ഗാർമെൻ്റ് ഓഫ് ഗ്ലോറി, മഹത്വ വസ്ത്രം തിരിച്ചു കിട്ടും. യേശുവിൻ്റെ ജെറുസലേം തീർത്ഥാടനവും റോമൻ ഗവർണറുടെ രാജകീയ എഴുന്നള്ളത്തും. യേശുവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനം പെസഹ കുഞ്ഞാടായ യേശു പെസഹ പെരുന്നാളിൽ കുരിശിലെ ബലിക്കായി രക്ഷാകര ജെറുസലേമിലേക്ക് നടത്തിയ തീർത്ഥയാത്രയും ജനക്കൂട്ടം ഒരുക്കിയ രാജകീയ വരവേൽപ്പുമാണ്. ജോസെഫൂസ് എന്ന ചരിത്രകാരൻ പറയുന്നത്, പെസഹ തിരുനാളിന് 6 നാളുകൾക്ക് മുൻപ് റോമൻ ഗവർണർമാരായിരുന്ന പീലാത്തോസും ഹെറോദേസും വലിയൊരു സമൂഹം സൈന്യത്തോടെ കുതിരപ്പുറത്ത് കുതിരപ്പടയുടെ അകമ്പടിയോടെ ക്രമസമാധാന പാലനത്തിനായി ജെറുസലേമിലേക്ക് രാജകീയമായി എഴുന്നള്ളിയിരുന്നു എന്നാണ്. BC 63 പെസഹായ്ക്ക് 6 നാൾ മുൻപ് റോമിനെതിരെ തിരിഞ്ഞ ജെറുസലേമിലെ 2000-ൽ പരം യഹൂദരെ റോമൻ സൈന്യം കുരിശിലേറ്റി കൊന്നിരുന്നു. റോമൻ ചക്രവർത്തിമാർ സ്വയം ദൈവങ്ങളായി കരുതിയിരുന്ന സർവാധിപതികളായിരുന്നു. റോമൻ ഗവർണർമാർ ദൈവപുത്രന്മാരായാണ് പ്രകീർത്തിക്കപ്പെട്ടിരുന്നത്. രക്ഷകൻ, കർത്താവ് തുടങ്ങിയ അഭിധാനങ്ങൾ ഘോഷയാത്രയിൽ ഉപയോഗിച്ചിരുന്നു. റോമൻ ഗവർണർമാർ കുതിരപ്പുറത്ത് കുതിരപ്പടയുടെ അകമ്പടിയോടെ എഴുന്നള്ളിയപ്പോൾ യേശു സമാധാന രാജാവായി കഴുതപ്പുറത്ത് വന്നു. റോമൻ ഗവർണർമാർ എഴുന്നള്ളിയത് അക്രമികളെ കൊല്ലാനും ശിക്ഷ വിധിക്കാനും ഭയപ്പെടുത്താനുമാണ്. യേശു വന്നത് പെസഹ കുഞ്ഞാടായി കുരിശിൽ പാപപരിഹാര ബലിയാകാനാണ്. റോമൻ ഗവർണറുടെ ഘോഷയാത്ര അന്റോണിയോ കോട്ടയിലേക്കായിരുന്നു. യേശുവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനം ജെറുസലേം പട്ടണത്തിൻ്റെ തെക്കേ കവാടത്തിലൂടെ ജെറുസലേം ദേവാലയമായ ദൈവഭവനത്തിലേക്കായിരുന്നു. റോമൻ ഗവർണറും സൈന്യവും വാളും പരിചയും യുദ്ധോപകരണങ്ങളും കൈകളിൽ കരുതി കുതിരപ്പുറത്തേറി വന്നു. യേശു കൈകളിൽ ഒന്നുമില്ലാത്തവനായി കഴുതപ്പുറത്തേറി വന്നു. ഈന്തപ്പനയോലകളും വൃക്ഷശിഖരങ്ങളും കരങ്ങളിലേന്തി
മേൽവസ്ത്രം വഴിയിൽ വിരിച്ച് ജനക്കൂട്ടം യേശുവിനെ വരവേറ്റു. യേശു നിരായുധനായ സമാധാന രാജാവ്. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്ന തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവാണ് കഴുതപ്പുറത്ത് എഴുന്നള്ളുന്ന നിരായുധനായ സമാധാന രാജാവ്. നിൻ ശ്രേഷ്ഠതയിൻ ഔന്നത്യം വിട്ട് സ്വയമേ താഴ്ന്നവനായി സ്തോത്രം. കഴുതപ്പുറത്മേറി വരുന്ന ദൈവപുത്രൻ സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. കാൽവരിയിലേക്ക് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള തീർത്ഥയാത്രയിലാണ്. ഓശാന മഹത്വത്തിൻ്റെ പെരുന്നാൾ. ജനക്കൂട്ടം വസ്ത്രങ്ങൾ വിരിച്ച് യേശുവിനെ സ്വീകരിച്ച ഓശാന മഹത്വത്തിൻ്റെ പെരുന്നാളാണ്. മഹാരാജാവിൻ്റെ പട്ടണപ്രവേശനവും ദൈവപുത്രൻ്റെ ദേവാലയ പ്രവേശനവും അടയാളപ്പെടുത്തിയ പെരുന്നാളാണ് ഓശാന. കഴുതയെ വാഹനമാക്കിയ രാജാവ്. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 33-ാം തിരുവചനം. ദാവീദിൻ്റെ പുത്രനായ സോളമൻ തൻ്റെ കിരീടധാരണ വേളയിൽ തൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ട കഴുതയുടെ പുറത്താണ് ജെറുസലേം നഗരത്തിലേക്ക് എഴുന്നള്ളിയത്. കഴുതപ്പുറത്തെഴുന്നള്ളുന്ന യേശുവിൻ്റെ തീർത്ഥയാത്ര മഹത്വപൂർണമായ കുരിശുമരണ കിരീടധാരണത്തിലുള്ളതാണ്. കഴുതപ്പുറത്തുള്ള സോളമൻ്റെ ആഗമനം ജെറുസലേം ഭരണമാറ്റത്തെ സൂചിപ്പിക്കുന്നത് പോലെ യേശുവിൻ്റെ കഴുതപ്പുറത്തേറിയുള്ള രാജകീയ പ്രവേശനം യഹൂദ ഭരണക്രമം മാറി ദൈവരാജ്യത്തിലെ മെശിഹ ഭരണത്തെ സൂചിപ്പിക്കുന്നു. റോമൻ ഭരണം തകർത്ത് ഇസ്രായേലിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന യുദ്ധവീരനും ശക്തനുമായ പൊളിറ്റിക്കൽ മെസ്സിയ സങ്കല്പ സ്ഥാനത്ത് കഴുതപ്പുറത്തെഴുന്നള്ളുന്ന യേശു സമാധാന രാജാവാണ്. തൻ്റെ രാജ്യം ഐഹികമല്ല. സംഖ്യാപുസ്തകം 19-ാം അധ്യായം 2-ാം തിരുവചനത്തിലും 1 ശമൂവേൽ 6-ാം അധ്യായം 7-ാം തിരുവചനത്തിലും ആരും ഉപയോഗിക്കാത്ത മൃഗങ്ങളെ മാത്രമേ ബലിയർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ആരും ഇതുവരെയും യാത്ര ചെയ്തിട്ടില്ലാത്ത കഴുതപ്പുറത്തേറി വരുന്ന യേശു അനേകരുടെ മോചനദ്രവ്യമായി സ്വയം സമർപ്പിക്കാനുള്ള ബലിമൃഗമാണ്. പെസഹ കുഞ്ഞാടാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 2-ാം തിരുവചനം കഴുതയെയും കഴുതക്കുട്ടിയെയും കുറിച്ച് പറയുന്നു. പൂർണ്ണ വളർച്ചയെത്താത്ത കഴുതക്കുട്ടി ആരും ഇതുവരെയും യാത്ര ചെയ്തിട്ടില്ലാത്ത കഴുതക്കുട്ടിയാണ്. മർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ ആരും ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു കഴുത എന്ന വിശേഷണം കാണാം. യേശു ഇസ്രായേലിൻ്റെ രാജാവ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് രക്ഷിച്ച യാവേ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. അഭിഷേകം ചെയ്യപ്പെടുന്ന രാജാക്കന്മാർക്ക് സിംഹാസനവും കിരീടവും ചെങ്കോലും ഉണ്ടായിരുന്നു. പീലാത്തോസുമായുള്ള സംഭാഷണത്തിൽ താൻ രാജാവാണെന്ന് യേശു തന്നെ സമ്മതിക്കുന്നുണ്ട്. യേശു ഇസ്രായേൽ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ആളുകൾ ധരിച്ചിരുന്നു. ദൈവപുത്രൻ എന്നതിനൊപ്പം ഇസ്രായേലിൻ്റെ രാജാവ് എന്ന അഭിധാനവും യേശുവിന് നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം തിരുവചനം ഓശാന ദിനത്തിലെ ഘോഷയാത്രയിലും ഇസ്രായേലിൻ്റെ രാജാവ് എന്ന നാമം ഉപയോഗിക്കുന്നുണ്ട്. നസറേനായ യേശു യഹൂദരുടെ രാജാവ് എന്നെഴുതിയ ശീർഷകം കുരിശിൻ്റെ മുകളിൽ ചാർത്തിയ പീലാത്തോസ് മെശിഹ രാജാവാണെന്ന് അറിയാതെ പറഞ്ഞു. 1 കൊരിന്തോസ് 15-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ വരാനിരിക്കുന്ന ലോകത്തിലെ
ഈശോയുടെ രാജ്യത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ രാജാവ് എന്ന പ്രയോഗം സെഫാനിയ 3-ാം അധ്യായം 16 നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദൈവം സ്വർഗീയ രാജാവാണ്. മിശിഹ രാജ്യം അഥവാ ദൈവരാജ്യം സ്ഥാപിച്ച യേശു പുതിയ ഇസ്രായേലിൻ്റെ രാജാവാണ്. നഥാനിയേൽ യേശുവിനെ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ്. ശിഷ്യർക്ക് യേശു വാഗ്ദത്ത മിശിഹ രാജാവാണ്. അതിനാലാണ് ശിക്ഷകണം പാടിയത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതനാകുന്നു എന്ന്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 38-ാം തിരുവചനം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന തീർത്ഥാടകരെ അനുഗ്രഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ആലപിച്ചിരുന്ന ആശീർവാദ ഗാനമാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന 118-ാം തീർത്ഥാടന സങ്കീർത്തന സ്തുതിപ്പ്. ഓശാന പെരുന്നാളിൽ പങ്കെടുക്കാൻ ദേവാലയത്തിലേക്ക് വരുന്നവർക്കുള്ള അനുഗ്രഹ ആശീർവാദം കൂടിയാണിത്. വാദേ ദൽമീനോ ശുശ്രൂഷയിലും ദേവാലയത്തിന് ചുറ്റിനുമുള്ള പ്രദക്ഷിണത്തിലും ദേവാലയ തുറമുഖ പ്രവേശനത്തിലും വളരെ അർത്ഥപൂർണമായി 118-ാം സങ്കീർത്തനം ആലപിക്കുന്നു. സ്നാപയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിലൂടെ വരുവാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരമാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതനാകുന്നു എന്ന പ്രസ്താവന. കർത്താവ് ഉടനെ തൻ്റെ ആലയത്തിലേക്ക് വരുമെന്നുള്ള മലാക്കി പ്രവചനം, മലാക്കി 3:1 നിറവേറി എന്ന ധ്വനി ഈ സ്തുതിഗീതം നൽകുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, വാഴ്ത്തപ്പെട്ടവൻ എന്ന വാക്യം പ്രധാനപ്പെട്ട യഹൂദ തിരുനാളുകളിലെ ഹല്ലേൽ സങ്കീർത്തനങ്ങളുടെ അവസാന വാക്യമാണ്. 118-ാം സങ്കീർത്തനം 26-ാം തിരുവചനം. ഭയപ്പെടേണ്ട, യേശു ദൈവപുത്രനാണ്. പഴയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്നതും ഓശാന ഭാഗത്ത് കാണുന്നതുമായ ഭയപ്പെടേണ്ട എന്ന ആഹ്വാനം ആത്മീയ രാജാവായ യേശു നൽകുന്ന ദൈവ സാന്നിധ്യത്തെ വ്യക്തമാക്കുന്നു. ജഡപ്രകാരം ദാവീദ് പുത്രനായ യേശു ദൈവപുത്രനാണ്. യേശു ശിഷ്യന്മാർക്ക് ആദ്യം യേശുവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനം പൂർണ്ണമായി മനസ്സിലായില്ല. യേശു കുരിശുമരണത്തിലൂടെ മഹത്വം പ്രാപിച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാ സഹായത്തോടെ പ്രവാചക വചനങ്ങളും പഴയ നിയമ സംഭവങ്ങളുമായ എഴുതപ്പെട്ട തിരുലിഖിതം അനുസ്മരിച്ചപ്പോൾ ഇവ അവർക്ക് സുഗ്രാഹ്യമായി. യേശുവിനെ എതിരേറ്റ ജനത്തിൻ്റെ സ്തുതി ശബ്ദം ഹോശാന. ശിക്ഷഗണവും ജനക്കൂട്ടവും വിളിച്ചു പറഞ്ഞു. ഈന്തപ്പന കുരുത്തോലകൾ കൈകളിലെടുത്ത് യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ടവർ വിളിച്ചു പറഞ്ഞു, ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എതിരേൽക്കാൻ ഒരുക്കമുള്ളവരായി പുറപ്പെടുക. വരവേൽപ്പിൻ്റെ കുരുത്തോലകൾ കൈകളിലേന്തുക. സ്തുതി ശബ്ദം അധരങ്ങളിൽ നിറച്ച് വിളിച്ചു പറയുക, യേശുനാഥൻ ആത്മീയ രാജാവായി എഴുന്നള്ളുന്നു. ദൈവരാജ്യത്തിൻ്റെ മക്കൾ പിന്തുടരേണ്ട എളിമയുടെയും വിനയത്തിൻ്റെയും ജീവിത രീതിയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പാതയുമാണ് കഴുതപ്പുറത്തെഴുന്നള്ളുന്ന യേശു. സങ്കീർത്തനം 118:25, ഹോശാന, ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പദപ്രയോഗം
2 ശമൂവേൽ 14 അധ്യായം 4 തിരുവചനത്തിലും കാണാൻ കഴിയും. ഹീബ്രു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന ഒരു പദമാണ് ഹോശാന. ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥം. കൽദായ സുറിയാനിയിൽ ഓശാന, പടിഞ്ഞാറൻ സുറിയാനിയിൽ ഊശാന, ലത്തീനിൽ ഹോശാന, ഹീബ്രുവിലെ ഹോഷിയാന എന്ന വാക്യം ലോപിച്ചതാണ് ഹോശാന. ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥം. കയ്യിൽ കുരുത്തോലയും പൂക്കളും ഹൃദയങ്ങളിലും അധരങ്ങളിലും ഓശാന വിളികളും നിറഞ്ഞ തിരുനാളാണ് ഓശാന പെരുന്നാൾ. പ്രതീക്ഷിച്ചിരുന്ന മെശിഹ രക്ഷകൻ ദാവീദിൻ്റെ പുത്രനായ യേശുവാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ വിശ്വാസ പ്രഘോഷണമാണ് ഓശാന. കാലിക്കൂട് മുതൽ കാൽവരിയോളം വിനീതനായ ദാവീദ് പുത്രന് ജനം ഓശാന പാടി. മത്തായി സുവിശേഷം 21 അധ്യായം 9 തിരുവചനം. യേശുവിന് മുൻപിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രന് ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന. മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 9, 10 തിരുവചനങ്ങൾ. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോശാന. ലൂക്കാ സുവിശേഷം 19 അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജെറുസലേം പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിനു സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. അത്ഭുതങ്ങളുടെ 6 ഞായറാഴ്ചകൾ കഴിഞ്ഞ് വരുന്ന ഈ ഓശാന പെരുന്നാളിന് വലിയ അർത്ഥമുണ്ട്. യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്ന പെരുന്നാളാണ്, അംഗീകരിച്ച് സ്തുതിക്കുന്ന പെരുന്നാളാണ് ഓശാന. യോഹന്നാൻ 12 അധ്യായം 13 തിരുവചനം. ഈന്തപ്പനയുടെ കൈകളെടുത്തുകൊണ്ട് യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ട വലിയ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കൂടാരത്തിരുനാളിൻ്റെ 7 ദിനങ്ങളിൽ 6 ദിവസവും ഹോശാന എന്ന കീർത്തനം 1 പ്രാവശ്യം വീതം പാടിയിരുന്നു. 7-ാം ദിവസം അൾത്താര ചുറ്റുന്ന പുരോഹിതൻ 7 പ്രാവശ്യം ഹോശാന പാടുമ്പോൾ ജനം മരച്ചില്ലകൾ വീശിയിരുന്നു. ദാവീദിൻ്റെ പുത്രന് ഓശാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന മെശിഹായെ വരവേൽക്കുന്ന കീർത്തനമായി പിൽക്കാലത്ത് ഹോശാന മാറി. ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ വംശജൻ എന്നീ പ്രയോഗങ്ങൾ മെശിഹ ദാവീദ് വംശജനായ ദൈവപുത്രനാണെന്ന് നിസ്സംശയം പറയുന്നു. ദൈവസ്തുതിയുടെ ആഘോഷഗാനം. യഹൂദ ആരാധനയിൽ ദൈവിക പദ്ധതിയെ ആഘോഷമായി അനുസ്മരിക്കുന്ന സങ്കീർത്തനവും മെസ്സിയാനിക തീർത്ഥാടന ലിറ്റർജിയുടെ ഭാഗവും കൂടാരപ്പെരുന്നാളിൽ ആലപിച്ചിരുന്ന സങ്കീർത്തനവുമായിരുന്നു 118-ാം സങ്കീർത്തനം. ശിക്ഷഗണത്തിൻ്റെ ആർപ്പുവിളി ജെറുസലേം സ്വാഗതഗാനമാണ്. ഇതിൻ്റെ അവസാന ഭാഗമാണ് സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നത്. ശിശുക്കളുടെ അധരങ്ങളിൽ നിന്ന് ഒരുക്കപ്പെട്ട ദൈവസ്തുതി. ഓശാന പെരുന്നാൾ സദറ യുവാക്കളുടെയും കുട്ടികളുടെയും അധരങ്ങളിൽ നിന്ന് കർത്താവിന് സ്തുതി ഒരുക്കപ്പെട്ടു. ശിശുക്കളുടെ വായിൽ നിന്ന് സ്തുതി സ്വീകരിച്ച
ജീവന്റെ തുറമുഖമായവന് ഓശാന. ശിശുക്കൾ നിർമ്മല ഹൃദയരായ യേശു ശിഷ്യരെ പ്രതിനിധാനം ചെയ്യുന്നു. കാപട്യമില്ലാത്ത ഇക്കൂട്ടർ യഥായോഗ്യം സമാധാന രാജാവായ മിശിഹായെ വരവേൽക്കുന്ന യഥാർത്ഥ ആരാധകരാണ്. ശിശുക്കളുടെ വായിൽ സ്തോത്രോച്ചാരണം നൽകിയ സഹായങ്ങളുടെ അപ്രമേയ സമുദ്രത്തിന് ഓശാന. സഹായങ്ങളുടെ അപ്രമേയ സമുദ്രം ദൈവമാണ്. ശിശുക്കളുടെ അധരങ്ങളിൽ നിന്നുയരുന്ന സ്തോത്രോച്ചാരണം നിർമ്മല ഹൃദയരുടെ യോഗ്യതാപൂർവമുള്ള യഥാർത്ഥ ആരാധനയാണ്. ദൈവസ്തുതിയുടെ അട്ടഹാസം ശിശുഹൃദയത്തിൽ നിന്നുയർത്തുന്ന പെരുന്നാളാണ് ഓശാന. ക്രോബേന്മാരും സ്രോപ്പേന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും സകല ആത്മീയ ഗണവും ഭൂമിയിൽ ശിശുക്കളാലും ബാലകരാലും യുവാക്കളാലും പരമാർത്ഥികളായ വിശുദ്ധ ശിഷ്യന്മാരാലും ഓശാനകളാൽ സ്തുതിച്ച് പുകഴ്ത്തപ്പെടുന്ന ദൈവം എന്ന പ്രയോഗം പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം. യഥാർത്ഥ ആരാധന സമർപ്പിക്കുന്ന ശിഷ്യന്മാരുടെ യോഗ്യതയാണ് പരമാർത്ഥികളായ വിശുദ്ധ ശിഷ്യന്മാർ. ബലഹീനരായ നമുക്കും ഓശാന പെരുന്നാളിൽ പ്രാർത്ഥിക്കാം. ശിശുക്കളെ പോലെയും നിന്റെ ശിഷ്യന്മാരെ പോലെയും ഈ ലോകത്തിൽ നിന്നെ വാഴ്ത്തി സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗീയരും ഭൗമികരും രക്ഷാകരമായ പെരുന്നാൾ ആഘോഷിക്കുന്ന സകലരും ആഹ്ലാദിക്കുന്ന തിരുനാളാണ് ഓശാന. ഓശാന പെരുന്നാൾ ലുത്തിനിയ പ്രാർത്ഥന. സ്വപിതാക്കന്മാരുടെ വിശ്വാസരാഹിത്യത്തിനെതിരായി വാചാലതയോടെ സ്തുതിഗീതം ആലപിക്കുവാൻ ശിശുക്കളെ കഴിവുള്ളവരാക്കി തീർത്തവനേ, ദൈവത്തെ കാണുന്ന നിർമ്മല ഹൃദയരായ ശിശുക്കൾ അല്ലെങ്കിൽ ശിശുഹൃദയമുള്ളവർ യഥാർത്ഥ ആരാധന സമർപ്പിക്കുന്നവരാണ്. കല്ലുകൾ ആർപ്പു വിളിക്കും. പരീശയർ യേശു എന്ന ഗുരുവിനോട് ആവശ്യപ്പെടുന്നത് ആഘോഷഗാനം പാടാതിരിക്കാൻ ശിഷ്യരെ സഹായിക്കണമെന്നാണ്. ഗുരു അധികാരപൂർവം മറുപടി പറഞ്ഞു, ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ ആർപ്പ് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 40-ാം തിരുവചനം. കല്ലുകൾ ദേവാലയ കല്ലുകളാകാം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 5-ാം തിരുവചനം. കല്ലുകൾ വിജാതീയരെ സൂചിപ്പിക്കുന്നവയാകാം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാം തിരുവചനം. കല്ലുകൾ ഭൂമിയെ സൂചിപ്പിക്കുന്നതാവാം. ഹബക്കുക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുവചനം. കല്ലുകൾ നീതി നടത്താൻ വരുന്ന ദൈവം അനീതിയെ ശിക്ഷിക്കുന്നതിൻ്റെ സാക്ഷികളായ കല്ലുകളാവാം. ഹബക്കുക്ക് 2-ാം അധ്യായം 1-ാം തിരുവചനം. സങ്കീർത്തനം 69-ാം സങ്കീർത്തനം 34-35 തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവാൻ ജീവനില്ലാത്ത സൃഷ്ടികൾക്ക് പോലും കഴിയും. ദൈവം തൻ്റെ ബഹുമാന്യതയെ ആരാധിക്കാനായി സ്വന്തം സൃഷ്ടിയെ സ്വന്തത്തിലേക്ക് ക്ഷണിച്ച പെരുന്നാളാണ് ഓശാന. മാലാഖമാരുടെ സ്തുതിഗീതം. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന മർക്കോസ് സുവിശേഷകന്റെ പ്രയോഗം ദൈവപുത്രനെ വരവേൽക്കുന്ന മാലാഖമാരുടെ സ്തുതിഗീതത്തിൻ്റെ ധ്വനി നൽകുന്നു. വാഴ്ത്തിയ കുരുത്തോലകൾ. ശക്തിയുള്ളതും കരുണ നിറഞ്ഞതുമായ നിന്റെ ഭുജം ഇപ്പോൾ നീട്ടി നിന്റെ ഇടവകയിലെ ആടുകളെയും ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കുരുത്തോലകളെയും ഇവ വെട്ടപ്പെട്ട വൃക്ഷങ്ങളെയും വാഴ്ത്തേണമേ എന്ന മനോഹരമായ പ്രാർത്ഥന ഓശാന പെരുന്നാളിൽ കേൾക്കാം. മിശിഹാ രാജാവായ
ദൈവപുത്രൻ്റെ കരം ശക്തിയുള്ളതും കരുണ നിറഞ്ഞതുമാണ്. യേശുവാകുന്ന നല്ല ഇടയൻ്റെ വകയാണ് ദൈവജനമാകുന്ന ഇടവക അഥവാ തിരുസഭ. ഇടവകയിലെ ആടുകൾ ദൈവജനമാണ്. യേശുവിൻ്റെ ദേവാലയ പ്രവേശനം ദൈവജനത്തിനുള്ള വാഴ്വാണ്. ഭൂമിയും ദൈവത്തെ ആരാധിക്കുന്ന പ്രകൃതിയുടെ പുരോഹിതനായ മനുഷ്യനും സൃഷ്ടപ്രപഞ്ചത്തോടുകൂടി ആശീർവദിക്കപ്പെടുന്നു. ഞങ്ങളെയും വയലുകളെയും സസ്യാദികളെയും കർത്താവായ നീ സൃഷ്ടിച്ച സസ്യജാലങ്ങളെയും വാഴ്ത്തേണമേ. മനുഷ്യനോടൊപ്പം സൃഷ്ടപ്രപഞ്ചം മുഴുവൻ വാഴ്ത്തപ്പെടുന്ന പെരുന്നാളാണ് ഓശാന. കർത്താവേ, വിശുദ്ധന്മാരുടെ സ്ഥാനത്ത് ആത്മീയ പറുദീസായിലെ അനശ്വരമായ തളിർക്കൊമ്പുകൾ വഹിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ഭംഗിയായി ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം, രാജ്യങ്ങൾ, ഗോത്രങ്ങൾ, ജനപദങ്ങൾ, ഭാഷകൾ എന്നിങ്ങനെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ജീവിച്ചിരുന്ന നിത്യഭാഗ്യത്തിൽ പങ്കുചേർന്നവർ സ്വർഗവാസികളുടെ വേഷമായ വിജയത്തിൻ്റെയും വിശുദ്ധിയുടെയും ഉത്ഥാനത്തിൻ്റെയും വെള്ളയങ്കി ധരിച്ച് വിജയാഹ്ലാദത്തിൻ്റെ കുരുത്തോലകൾ കൈകളിലേന്തി സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുൻപിൽ നിൽക്കുന്ന സ്വർഗീയ ദർശനം ഓശാന പെരുന്നാളിലെ ആരാധനക്രമം പ്രതിഫലിപ്പിക്കുന്നു. ജെറുസലേമേ, ഉണരുക, ഉണരുക, കർത്താവിൻ്റെ ഭുജമേ ബലം ധരിക്കൂ. സ്വർഗീയ ജെറുസലേമായ തിരുസഭ ആത്മീയ ഉണർവുള്ളവളാകണം. കർത്തൃശരീര അവയവങ്ങളായ നമ്മുടെ വിശ്വാസ സാക്ഷ്യം ആരാധന ജീവിതത്തിലൂടെ നിറവേറ്റണം. നമസ്കാരമേശയിൽ സജ്ജമാക്കിയിരിക്കുന്ന കുരുത്തോലകളുടെ മേൽ കൈകൾ വിരിച്ച് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. ഈ കുരുത്തോലകൾ എടുക്കപ്പെടുന്നവർക്ക് ഇവ അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും പര്യാപ്തമായി തീരണമേ. കുരുത്തോലയുടെ വിശേഷണങ്ങൾ: ആത്മീയ പറുദീസായിലെ അനശ്വര തളിർക്കൊമ്പുകൾ, മഹത്വമുള്ള തളിരുകൾ, ശുദ്ധിയുള്ള ഇലകൾ, നിർമ്മല കുരുത്തോലകൾ, അനുഗ്രഹത്തിൻ്റെ കുരുത്തോലകൾ, സംരക്ഷണത്തിൻ്റെ കുരുത്തോലകൾ, വിജയാഹ്ലാദത്തിൻ്റെ കുരുത്തോലകൾ, വാഴ്ത്തിയ കുരുത്തോലകൾ സൂക്ഷിക്കപ്പെടണം. എന്തുകൊണ്ട്? വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്ക്, ശൈശവത്തിൻ്റെ അലങ്കാരത്തിന്, വാർദ്ധക്യത്തിൻ്റെ പരിപക്വതയ്ക്ക്, സഭയുടെ പുകഴ്ചയ്ക്ക്, ആശ്രമങ്ങളുടെ വളർച്ചയ്ക്ക്, ഭവനങ്ങളുടെ വാഴ്വിന്, വിശ്വാസികളുടെ നിലനിൽപ്പിന്, ഭവനങ്ങളുടെ സംരക്ഷണത്തിന്, സാത്താനെ ഓടിക്കാൻ, പരീക്ഷകളെ ദൂരീകരിക്കാൻ വാഴ്ത്തിയ കുരുത്തോലകൾ യുദ്ധങ്ങളില്ലാതാക്കുന്നു, ദുഷ്ടവിചാരങ്ങളെ നീക്കുന്നു, അപകടങ്ങൾ അകറ്റുന്നു. ഇവ വഹിക്കുന്നവർ ദൈവിക കരുണയും ദയയും പ്രാപിക്കുന്നു. ഓശാന പെരുന്നാളിന് വന്ന് കുരുത്തോല വഹിച്ച ജനം വാഴ്ത്തപ്പെടും. വാഴ്ത്തിയ കുരുത്തോല വഹിച്ച ജനത്തിന് ദൈവിക മണവറയിൽ പ്രവേശനം ലഭിക്കും. ഇവ വഹിക്കുന്നവർ ദൈവത്തിൻ്റെ ശക്തമായ കരത്താലും ബലമുള്ള ഭുജത്താലും കാത്തുകൊള്ളപ്പെടും. ആയതിനാൽ വാഴ്ത്തിയ കുരുത്തോലകൾ ആദരവോടെ സൂക്ഷിക്കപ്പെടണം. വലിയ ശിക്ഷകണം സന്തോഷിച്ചു. ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിക്ഷകണം, വലിയ ശിക്ഷകണം മുഴുവൻ സന്തോഷിച്ചു. ഈ സന്തോഷത്തിന്, ആനന്ദത്തിന് യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോഴുണ്ടായ
വലിയ സന്തോഷത്തിൻ്റെ സുവിശേഷവുമായി ബന്ധമുണ്ട്. ദൈവപുത്രൻ്റെ ജനന സമയത്ത് സ്വർഗീയ സൈന്യം ദൈവദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച പാട്ട്, ദൂതന്മാർ അറിയിച്ച വലിയ സന്തോഷത്തിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ ദൈവത്വം ഉദ്ഘോഷിക്കുന്നതാണ്. ഓശാന പെരുന്നാളിൽ ശിക്ഷകണം തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു എന്നതിനർത്ഥം അത്ഭുത പ്രവൃത്തികൾ യേശു ദൈവമായി, യേശുവിനെ ദൈവമായി, യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തി എന്നാണ്. ദൈവം ജെറുസലേം പട്ടണത്തെ സന്ദർശിക്കുന്നതിൻ്റെ സന്തോഷം ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഓശാന പെരുന്നാളും ജനക്കൂട്ടവും. ഓശാന പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത ജനക്കൂട്ടമാണ്. ലാസറിൻ്റെ ഭവനത്തിൽ പുനർജീവിച്ച ലാസറിനെയും അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനെയും കാണാൻ വന്നുകൂടിയ ജനക്കൂട്ടം ജെറുസലേമിനോടടുക്കും തോറും കൂടിക്കൊണ്ടേയിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ ശിഷ്യന്മാരുണ്ട്, വലിയ ശിക്ഷകണമുണ്ട്, വിശ്വാസികളുണ്ട്, അല്പവിശ്വാസികളുണ്ട്, അന്ധവിശ്വാസികളുണ്ട്, നിയമജ്ഞരുണ്ട്, ഫരീസേയ കപടനാട്യക്കാരുണ്ട്. യേശുവിൻ്റെ വിമതരും ജനക്കൂട്ടത്തിൽ അവനോടൊപ്പം നടക്കുന്നു. ജനക്കൂട്ടത്തിൽ ഒഴുകി നടക്കാൻ എളുപ്പമാണ്. മിശിഹാ രാജാവിനെ എതിരേൽക്കുന്ന യഥാർത്ഥ ആരാധകർ ശിശുഹൃദയരാണ്. നിർമ്മല ഹൃദയർ ദൈവത്തെ കാണും. ജെറുസലേം യാത്രയിൽ യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടം പീലാത്തോസിൻ്റെ അരമനയിലും ഗെത്സമനേം തോട്ടത്തിലും കുരിശ് വഹിക്കുമ്പോഴും കുരിശിൻ്റെ ചുവട്ടിലും യേശുവിനെ അനുഗമിക്കുന്നില്ല. ഇവിടെയൊന്നും ജനക്കൂട്ടത്തിലെ ഫരീസേരില്ല, യേശു വിമതരില്ല. രാജകീയ ഘോഷയാത്രയ്ക്ക് കഴുതയെ അഴിച്ചു കൊണ്ടുവരികയും വസ്ത്രങ്ങൾ വിരിച്ചൊരുക്കുകയും ചെയ്ത വലിയ ശിക്ഷകണമില്ല. ജനക്കൂട്ടത്തിനിടയിലൂടെ ഒഴുകി നടന്ന വിശ്വാസമില്ലാത്തവർ ഇന്നല്ലെങ്കിൽ നാളെ ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറയും. ജെറുസലേം യാത്ര പൂർണ്ണമാകുന്ന കുരിശിൻ ചുവട്ടിൽ 4 പേർ മാത്രം. അമ്മ മറിയം, അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും, മഗ്ദലേന മറിയവും, യേശു സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്ത ശിഷ്യൻ യോഹന്നാൻ. ഇന്നും സഭയും ശിഷ്യരും സഭാ സുവിശേഷ സ്ഥാപനങ്ങളും പീഡിപ്പിക്കപ്പെടുമ്പോൾ ജനക്കൂട്ടം ശത്രുപക്ഷം തേടും. വോട്ട് വാങ്ങിയ ജനപ്രതിനിധികൾ നിശബ്ദരാകും. മാധ്യമലോകം കാലിടറിയ പുഴുക്കുത്തുകളെ നിറപ്പകിട്ടാർന്ന് ആഘോഷമാക്കും. കുരിശിൻ ചുവട്ടിൽ നിലകൊണ്ട ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയയ്ക്ക് ഭർത്താവും മക്കളുമുണ്ട്. മഗ്ദലേന മറിയത്തിന് അനേകം സ്നേഹിതരുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയം മാത്രം കുരിശിനരികെ. ഭവനത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറുണ്ടോ? യോഗ്യത യേശു സ്നേഹിക്കുന്ന ശിഷ്യനായിരിക്കണം. യേശുവിനെ സ്നേഹിക്കുന്ന ശിഷ്യനായിരിക്കണം. പോരാ, കുരിശിനരികെ നിലകൊള്ളണം. യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്, യേശുവിൻ്റെ ജെറുസലേം രാജകീയ പ്രവേശനത്തിന് സാക്ഷ്യം നൽകിയ ജനക്കൂട്ടം ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിക്കുകയും ലാസറെ പുറത്തു വരിക, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തപ്പോൾ യേശുവിനോടൊപ്പമുണ്ടായിരുന്ന ജനക്കൂട്ടമാണെന്നാണ്. ജനക്കൂട്ടം നിമിത്തം ഫരീസയർ നിസ്സഹായരായി. അവർക്ക് യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് യേശുവിൻ്റെ ജനസമിതിയെയും യേശുവിൽ പൂർണ്ണമാകുന്ന രക്ഷാകര കർമ്മത്തിൻ്റെ സാർവത്രികതയെയും ധ്വനിപ്പിക്കുന്നു. നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം
50 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളിൽ കാണുന്ന കയ്യാഫാസിൻ്റെ പ്രവചനം പൂർത്തിയായി എന്ന സുവിശേഷകൻ്റെ പരിഹാസോക്തി കലർന്ന പ്രസ്താവനയാണ് ഇത്. പ്രധാന പുരോഹിതനായ കയ്യാഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടം ഒരിക്കലും നശിക്കുന്നില്ല, മറിച്ച് യേശുവിൽ പൂർണ്ണമാകുന്ന സാർവത്രിക രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ യേശുവിനെ സ്വീകരിക്കാത്ത കയ്യാഫാസ് പുറംതള്ളപ്പെടുന്നു. ആരാണിവൻ? മത്തായി സുവിശേഷകൻ പറയുന്നു, യേശു ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. മത്തായി സുവിശേഷകൻ മാത്രം ഉപയോഗിക്കുന്ന ക്രിയാപദമാണ് സെയ്യോ, ഇളകി വശായി എന്നത്. സെയ്യോ എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആരാണിവൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവുമാണ്. പീഡാസഹന വിവരണത്തിലെ യേശുവിൻ്റെ ആദ്യ പ്രവൃത്തിയാണ് ജെറുസലേം രാജകീയ പ്രവേശനം. പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുകയെന്ന ദൈവിക പദ്ധതി പ്രകാരമാണ് യേശു ജെറുസലേമിലേക്ക് വന്നത്. ആരാണിവൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യേശുവിൻ്റെ കുരിശിലെ മഹുദ്ധീകരണം. ജെറുസലേം യാത്ര പര്യവസാനിക്കുന്നത് കുരിശിലെ മഹുദ്ധീകരണത്തിലാണ്. ഓശാന പെരുന്നാളിൽ തിരുസഭ സ്വീകരിക്കുന്ന നൽവരങ്ങൾ. ഓശാന പെരുന്നാളിലെ അർത്ഥവത്തായൊരു പ്രാർത്ഥന. പ്രധാനാചാര്യന്മാർക്ക് ജ്ഞാനവചനവും ആചാര്യന്മാർക്ക് ശോഭയും ശമ്മാശന്മാർക്ക് നൈർമല്യവും യൗപ്പതിയോക്കോനന്മാർക്ക് പരിഭാഗതയും സന്യാസികൾക്ക് സഹനശക്തിയും കൊടുക്കണമേ. ധനികർക്ക് മനുഷ്യസ്നേഹവും ദരിദ്രർക്ക് പോഷണവും പള്ളികൾക്ക് പുകഴ്ചയും ദയറാകൾക്ക് നിലനിൽപ്പും ഭരണാധിപന്മാർക്ക് സമാധാനവും ഭടന്മാർക്ക് അനുസരണവും പാപികൾക്ക് മോചനവും തെറ്റിപ്പോയവർക്ക് തിരിച്ചുവരവും കോപിഷ്ഠർക്ക് സൗമ്യതയും സകല വിശ്വാസികൾക്കും നല്ല പ്രത്യാശയും പരേതർക്ക് പാപപരിഹാരവും നൽകണമേ. പ്രധാന ആചാര്യന്മാർക്ക് ജ്ഞാനവചനമാണ് ആവശ്യം. ദൈവവചനവും സഭാപാരമ്പര്യവും ആത്മീയ ഗ്രന്ഥങ്ങളും വിശുദ്ധരുടെ ജീവചരിത്രവും ഇത് പ്രദാനം ചെയ്യും. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരിലാണ് പരിശുദ്ധാത്മാഭിഷേക ജ്ഞാനം നിറയുന്നത്. ആചാര്യന്മാർക്ക് ആത്മീയ ശോഭയാണ് ആവശ്യം. മലമുകളിൽ നിറങ്ങി വരുന്ന മോശയുടെ മുഖം പ്രശോഭിച്ചതുപോലെയുള്ള ആത്മീയ ശോഭ. ശമ്മാശന്മാർക്ക് ശൈശവതുല്യമായ നൈർമല്യം ദൈവത്തെ കാണുന്നതിന് വേണം. യൗപ്പതിയോക്കോനന്മാർക്ക് പരിഭാഗത വേണം, എല്ലാ തരത്തിലുമുള്ള പക്വത. സന്യാസികൾക്ക് സഹനശക്തി കൂടാതെ സന്യാസ ജീവിതം നയിക്കാനാവുകയില്ല. സന്യാസത്തിൻ്റെ ഗുണഗണങ്ങൾ സഹനശക്തിയിൽ അന്തർലീനമാണ്. മനുഷ്യസ്നേഹമില്ലാത്ത ധനികർ ഹൃദയ കാഠിന്യമുള്ളവരാണ്. സമ്പത്തിനെക്കുറിച്ചുള്ള യഥാർത്ഥ ക്രിസ്തീയ ജ്ഞാനമാണ് അവരെ മനുഷ്യസ്നേഹികളാക്കുന്നത്. ഉപവിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കായി യത്നിക്കുന്നവരുമായിരിക്കണം അവർ. ദരിദ്രരുടെ പോഷണം സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ്. അതുവഴി സമത്വ സുന്ദര സാഹോദര്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവരാജ്യ നിർമ്മിതി സാധ്യമാകണം. സഭയുടെ ഉപവിപ്രവർത്തനങ്ങൾ അതിനാണ്. പള്ളികളുടെ പുകഴ്ച വിശ്വാസികളുടെ ആരാധനാ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്.
പള്ളികളുടെ നാശം സർവനാശമാണ്. ദയറാകൾ വലിയ ആത്മീയ സമ്പത്താണ്. തിരുസഭയെ സംശുദ്ധമാക്കുകയും ആത്മീയ നവീകരണം സാധ്യമാക്കുകയും ചെയ്യുന്ന ആത്മീയ പ്രകാശത്തിൻ്റെ കെടാവിളക്കുകളാണവ. ദയറാകളുടെ നിലനിൽപ്പ് ആത്മീയ ജീവിതത്തിൻ്റെ സ്ഥിരതയ്ക്ക് അനിവാര്യമാണ്. ഭരണാധിപന്മാർ സമാധാനപ്രിയരല്ലെങ്കിൽ രാജ്യത്ത് ഭിന്നതയുണ്ടാകും, ആത്മീയ ജീവിതം ദുസ്സഹമാകും. ഭടന്മാർക്ക് അനുസരണമില്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയും വളർച്ചയും അവതാളത്തിലാവും. സൈന്യത്തിൻ്റെ ശക്തി ചോർന്നു പോകും. പാപികൾ മോചനത്തിൻ്റെ ആത്മീയ കൂദാശകളെ സമീപിക്കുന്നില്ലെങ്കിൽ കഠിന ഹൃദയരായി മാറും. അങ്ങനെ ദൈവവിശ്വാസവും ദൈവകൃപയും ഇല്ലാതാവും. തെറ്റിപ്പോയവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവനാണ് ദൈവം. തെറ്റ് മാനുഷികമാണെങ്കിലും തിരിച്ചുവരവ് ദൈവികമാണ്. കോപം ഭിന്നതയും അക്രമവും ജനിപ്പിക്കും, നശീകരണ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കും. മോശ സൗമ്യനായിരുന്നതുപോലെ ഒരു ജനതയായുള്ള മുന്നേറ്റത്തിന് ദൈവജനം സൗമ്യത കൈവിടരുത്. വിശ്വാസികളുടെ നല്ല പ്രത്യാശ അന്ത്യവിധിയിലെ നിത്യ സൗഭാഗ്യമാണ്. വിശ്വാസ വളർച്ച ദൈവത്തിലുള്ള പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്. പരേതർക്കായി പാപപരിഹാരം യാചിക്കുക ജീവിച്ചിരിക്കുന്നവരുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. പരേതർക്കായി പ്രാർത്ഥിക്കുവാൻ തിരുസഭ കടപ്പെട്ടിരിക്കുന്നു. ജെറുസലേം യാത്രയിലെ ഭവനം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാം തിരുവചനം. യേശു ജെറുസലേമിൽ ദേവാലയത്തിനുള്ളിലേക്ക് പോയി. നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടും കൂടി ബഥാനിയയിലേക്ക് പോയി. ഓരോ ജീവിതയാത്രയും ദേവാലയത്തിൽ നിന്ന് തുടരേണ്ടതും ദേവാലയത്തിൽ അവസാനിക്കേണ്ടതുമാണ്. ദേവാലയ പ്രവേശനം ദൈവത്തോടൊത്തുള്ള വിശ്രമത്തിൻ്റെയും പുതുജീവൻ്റെയും അനുഭവം പ്രദാനം ചെയ്യും. ഭവനത്തിലേക്കുള്ള യാത്ര ദൈവാലയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടതും അവസാനിക്കേണ്ടതും. നേരം വൈകിയാൽ ഭവനത്തിൽ അണയണം. ഭവനം അഭയകേന്ദ്രമാണ്. യേശു 12 പേരോടുകൂടി ബഥാനിയിലേക്ക് പോയി. ബഥനിയിലെ ലാസറിൻ്റെ ഭവനം യേശുവും ശിഷ്യന്മാരും വിശ്രമിക്കാൻ ഇഷ്ടപ്പെട്ട വിശ്വാസിയുടെ ഭവനമാണ്. ദൈവം വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കണം വിശ്വാസിയുടെ ഭവനം. വിശ്വാസി അഥവാ യേശു ശിഷ്യർ തൻ്റെ കുടുംബത്തോടൊത്ത് ദൈവത്തിൽ അഭയം തേടുന്ന ഇടമാണ് ഭവനം. യേശു വിശ്രമിക്കുന്ന ഭവനം യേശു സ്നേഹിതരുടെ ഭവനം. ഓശാന പ്രകാശമണവറ പ്രവേശനം. തൻ്റെ തേജസ്സിനാൽ സ്നേഹിതരെ പ്രകാശിപ്പിക്കുന്ന ദഹിപ്പിക്കുന്നതും രൂപരഹിതവുമായ അഗ്നിയായവന് ഓശാന. സ്നേഹിതരെ പ്രകാശിപ്പിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്ന രൂപരഹിത അഗ്നിയായ സ്വർഗീയ തേജസ്സാണ് ലോകത്തിൻ്റെ പ്രകാശമായ യേശു. 10 കന്യകമാരുടെ ഉപമയും പ്രകാശമണവറ പ്രവേശനവും ആത്മീയ ജീവിതമാകുന്ന വിളക്ക് പ്രകാശിക്കേണ്ടതിന് ആധ്യാത്മിക എണ്ണ കുറഞ്ഞു പോകാത്ത ജാഗ്രത പുലർത്തണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. പാപവീഴ്ചയിൽ നിന്ന് ഞങ്ങളുടെ വർഗത്തെ ഉദ്ധരിച്ച യഥാർത്ഥ രക്ഷാ തുറമുഖമായവന് ഓശാന. തിരുസഭയാകുന്ന കപ്പൽ തീരത്തണയുന്ന യഥാർത്ഥ രക്ഷാ തുറമുഖമാണ് പാപപരിഹാര ബലിയായി തീർന്ന യേശു. ഓശാന ഞായറാഴ്ച സന്ധിയിലെ വാദേ ദൽമീനോ ശുശ്രൂഷ ജീവൽ രക്ഷാ തുറമുഖ പ്രാപ്തിയെ സൂചിപ്പിക്കുന്നു. ഉന്നത സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠ കവാടങ്ങളും നിത്യമായ കരുണയുടെ മഹനീയ മദ്ബഹായും തുറക്കപ്പെടുന്ന പീഡാസഹന പ്രവേശനമാണ് വാദേ ദൽമീനോ ശുശ്രൂഷ.
നോമ്പിൻ കാലം തീരാറായി, ക്രൂശാരോഹണം ആഗതമായി. ശ്രേഷ്ഠമായ കഷ്ടാനുഭവത്തെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യാൻ എൻ്റെ മനസ്സിനെ ഞാൻ ഏകാഗ്രമാക്കി. ആശാഴ്ച നിശബ്ദതയുടെയും ധ്യാനത്തിൻ്റെയും ദൈവസ്തുതിയുടെയും ദിനങ്ങളാണ്. ദേവാലയ പുകഴ്ചയുടെ ദിനങ്ങൾ. കഠിന വ്രതശുദ്ധിയുടെയും ധ്യാനാത്മകതയും യാമങ്ങളിലെ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ആണ്ടുകുമ്പസാരവും ദേവാലയ സാന്നിധ്യവും വലിയ ആഴ്ചയുടെ പീഡാസഹന രഹസ്യങ്ങളെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. പെസഹാപ്പവും നേർച്ച കാഴ്ചകളും നേർച്ച കഞ്ഞിയും കബറടക്ക ശുശ്രൂഷയ്ക്ക് ആവശ്യമായവയുടെ നേർച്ചയും ഉത്ഥാന പെരുന്നാളിലെ സാന്നിധ്യവും ഈസ്റ്റർ എഗ്ഗും നമുക്ക് വിസ്മരിക്കാതിരിക്കാം. രോഗികൾക്ക് വിശുദ്ധ കുർബാന നൽകുന്നതും സെമിത്തേരി ധൂപപ്രാർത്ഥനയ്ക്കായി വൃത്തിയായി സൂക്ഷിക്കുന്നതും ദൈവിക ശുശ്രൂഷകളുടെ അനുഷ്ഠാന ക്രമവും ശാന്തതയും നിശബ്ദതയും ആശാദിനങ്ങളുടെ അലങ്കാരമാണ്. ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിൽ പ്രഭാത നക്ഷത്രം ദർശിക്കുന്നതിനും യേശുവിനോട് കൂടെ പ്രകാശമണവറയിൽ സന്തോഷിക്കുന്നതിനും പീഡാനുഭവ രഹസ്യങ്ങളിൽ പങ്കുചേരുന്നതിനും ജാഗരണം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടുന്ന ദിനങ്ങളാണ് 40-ാം വെള്ളി മുതൽ ഉയിർപ്പ് ഞായർ വരെയുള്ള ആശാഴ്ചയുടെ 10 ദിനങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ബഹുമാന്യതയുടെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ ആത്മശരീരങ്ങളിൽ നമ്രശിരസ്കരായി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സങ്കടപൂർവം പാപങ്ങൾക്ക് നിന്റെ കരുണയോട് പരിഹാരം യാചിക്കുന്ന ദാസരെ മനുഷ്യസ്നേഹിയായ കർത്താവേ, വ്യർത്ഥമായി വിട്ടയക്കരുതേ. ഇവർക്കായി നിന്റെ ശ്രീഭണ്ഡാരം തുറന്നു കൊടുക്കണമേ. ഓശാനകളാൽ നിന്നെ പുകഴ്ത്തിയ കുട്ടികൾക്ക് ഇവർ സഖികളായി തീരണമേ. ആമീൻ.